ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എത്രയായാലും വാങ്ങിച്ചല്ലേ പറ്റൂ. അച്ഛൻ പോയിട്ട് വാ. ഗാഥയെ ഒതുക്കാൻ പോയിട്ട് ഇപ്പൊ നമ്മള് മൊത്തത്തിൽ ഒതുങ്ങിയതുപോലെ ആയി. ഞാൻ എന്തായാലും പോയിട്ട് വരാം. എന്താ മോള് ഇവിടെ വന്ന് നിക്കുന്നേ? നല്ല നിലവുണ്ടമ്മേ. ഞാൻ അതൊന്ന് നോക്കി നിന്നതാ. എന്നു മുതലേ ഒറ്റയ്ക്ക് നിന്നെ കാഴ്ച കാണാൻ തുടങ്ങിയത്? കുട്ടനാട്ടിലെ നമ്മുടെ വീടിന്റെ പിന്നാമ്പുറത്ത് നിലാവ് കണ്ടിരിക്കുമ്പോ വാ അമ്മേന്നും പറഞ്ഞ് നീ എന്നെ വിളിക്കുമല്ലോ. ഇപ്പൊ എന്താ വിളിക്കാത്തെ? അമ്മ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി. ഓർമ്മയുണ്ടോ നിനക്ക്? നമ്മുടെ നാട്ടില് നിലാവും കണ്ടിരിക്കുമ്പോഴേ നമ്മുടെ ജീവിതത്തിലെ ഓരോ കണക്കുകൂട്ടലുകൾ നടത്തുന്നേ. കണക്കുകൂട്ടലെന്ന് പറഞ്ഞാ കൊട്ടാരം വെക്കാനും രാജാക്കന്മാരായി വാഴാനും ഒന്നുമല്ല. നാളത്തെ കഞ്ഞിക്ക് എന്താ വക, അത് തന്നെ കണക്ക് അല്ലേ? ശരി അമ്മേ. പക്ഷെ അന്നൊന്നും മനസ്സിലൊരു ഭാരമില്ലായിരുന്നു. ഒരു വിഷമമില്ലാതെ ആകാശത്തേക്ക് നോക്കിയിരിക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പൊ എന്താ, ചന്ദ്രൻ അവിടെ ഇവിടെ ഒരുപോലല്ലേ? പണ്ട് ഹനുമാൻ സൂര്യനെ പിടിക്കാൻ ചാടിയ ഒരു കഥയുണ്ട്. എനിക്കറിയാം, എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നോട്. അത് ഹനുമാന്റെ കഥ. പക്ഷേ ചന്ദ്രനെ പിടിക്കാൻ ചാടിയ ഒരാളുടെ കഥ എന്റെ കയ്യിലുണ്ട്. ഓർമ്മയുണ്ടോ ഒരു ദിവസം നിലാവത്തിറങ്ങി നടന്നിട്ട് കായലിന്റെ കരയിൽ ചെന്ന് നിന്നത്? അന്ന് 5 വയസ്സേ ഉള്ളു നിനക്ക്. കായലില് ചന്ദ്രനെ കണ്ടപ്പോ ഒരൊറ്റ ചാട്ടം. ഞാൻ മാത്രാണോ? അമ്മയും കൂടെ ചാടിയില്ലേ? പിന്നെ ചാടാണ്ട്. എന്റെ ജീവൻ പോയി ആ കാഴ്ച കണ്ടിട്ട്. വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തിട്ട് കരയ്ക്ക് കേറണ്ടേ പെണ്ണ്. ചന്ദ്രനെ കിട്ടാണ്ട് വരൂലെന്നും പറഞ്ഞ് കരച്ചിലോടെ കരച്ചില് തന്നെ. അമ്മ അന്ന് എന്നെ തല്ലിയോ? എനിക്ക് ശരിക്കൊന്നും ഓർമ്മയില്ല. തല്ലി. ഓരോ കരച്ചിലിനും കവിളത്ത് മാറി മാറി ഉമ്മ വെച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ ഉറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴും ആ പല്ലവി വിട്ടിട്ടില്ലായിരുന്നു. ഇന്ന് രാത്രിയും ചന്ദ്രൻ വരും, ഞാൻ ചാടുമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ ചാടിയിട്ടില്ല അല്ലേ? ഞാൻ വിട്ടിട്ട് വേണ്ടേ? അന്ന് ഒരിക്കലും കിട്ടാത്ത ചന്ദ്രനെ കണ്ടു മോഹിച്ചു. ഇന്ന് ഒരിക്കലും കിട്ടാത്ത വേറെ ചിലതും. അമ്മയ്ക്കെന്നും ബുദ്ധിമുട്ട് തന്നെ അല്ലേ? അതൊക്കെ ഒന്നും മറക്കാൻ വേണ്ടിയല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇനിയിപ്പോ അതൊന്നും പറയാൻ നിൽക്കണ്ട. ആ ഗോപാലിനോട് വേണമെങ്കിൽ ഇവിടെ അടുത്ത് കുളമോ കായലോ വല്ലതും ഉണ്ടോന്ന് ചോദിക്കാം. എന്തിന്? പോയി നോക്കിയാലോ, ചാടാലോ. ഒന്ന് മിണ്ടാതിരുന്നേ അമ്മേ. അന്ന് കായലിൽ ചാടിയപ്പോ നടന്നതുപോലെ ഇപ്പൊ ഈ മുഖത്ത് കാണുന്ന സന്തോഷത്തിന് അമ്മയൊന്ന് തരാൻ കേട്ടോ. അച്ഛാ, ഇന്നെങ്കിലും തറവാട്ടിലേക്ക് തിരിച്ചെത്തിയില്ലെങ്കിൽ അവിടുന്ന് ആരെങ്കിലും അന്വേഷിച്ചു വരും. എങ്ങനെയെങ്കിലും നമ്മളെ കണ്ടുപിടിക്കുകയും ചെയ്യും. ഇതിപ്പോ ഡിസ്ചാർജ് ആവാതെ പോകാൻ പറ്റുമോ? ആ ഡോക്ടറോട് ഓരോന്നായി നമ്മുടെ തറവാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞപ്പോ തന്നെ അവർക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ട്. അയ്യോ, എനിക്ക് പേടിയായിട്ട് വയ്യ. അതെ, ഈ 2 മെഡിസിനും പുറത്തുനിന്ന് വാങ്ങിത്തരണം. പുറത്തുനിന്ന് പറഞ്ഞാ ഇവിടെ അടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ കിട്ടുമായിരിക്കുമല്ലേ? ഇത് കുറച്ച് റയർ മെഡിസിനാ. ഇത് ഇവിടെങ്ങും ഇല്ലെന്നാ തോന്നേ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും സിസ്റ്ററെ? ഇവിടെ അടുത്തെവിടെയെങ്കിലും കിട്ടുന്ന മരുന്ന് കുറിച്ചാ പോരെ? ഇവിടുന്ന് കിട്ടുന്ന മരുന്ന് മാത്രം കഴിച്ചാ ഭാര്യയുടെ അസുഖം മാറുമോ? അവർ രക്ഷപ്പെടണ്ടേ? എത്രയും പെട്ടെന്ന് പോയി വാങ്ങിച്ചോണ്ട് വരും. ആ ചിറ്റൂര് ഭാഗത്ത് 1-2 വലിയ മെഡിക്കൽ സ്റ്റോർ ഉണ്ട്. മിക്കവാറും അവിടെ കിട്ടുമായിരിക്കും.
ചിറ്റൂര്. അപ്പൊ ഇതിന്റെ വില എത്രയാ? വില അല്പം കൂടുതലാ. വാങ്ങി വന്നിട്ട് വിളിക്കൂ. ഓ, ശരി. വില കൂടുതലാണെന്ന് പറഞ്ഞാലും നീയിപ്പോ എത്ര ആവൂ എന്തോ. എത്രയായാലും വാങ്ങിച്ചല്ലേ പറ്റൂ. അച്ഛൻ പോയിട്ട് വാ. ഗാഥയെ ഒതുക്കാൻ പോയിട്ട് ഇപ്പൊ നമ്മള് മൊത്തത്തിൽ ഒതുങ്ങിയതുപോലെ ആയി. ഞാൻ എന്തായാലും പോയിട്ട് വരാം. മോളെ ഇതാ കടല. ഇതിനിടയില് ഇതെവിടുന്നാ വാങ്ങിയേ? നേരത്തെ ഒരു കപ്പലണ്ടിക്കാരൻ പോയില്ലേ, അപ്പൊ വാങ്ങിയതാ. അപ്പൊ 1-2 ആൾക്കാർ വന്നു. കപ്പലണ്ടിയേക്കാൾ പ്രധാനം ടിക്കറ്റ് ആണല്ലോ. അപ്പൊ ഞാൻ അതിന്റെ പിന്നാലെ പോയി. എന്നാ കഴിക്ക്. ഗോപാലമ്മ, ആ. ഇത് കൊള്ളാവുന്ന സ്ഥലല്ലേ? സിറ്റിക്കകത്ത് പോലെയല്ല. ആൾക്കാരൊക്കെ പതുക്കെ നടന്നാ പോകുന്നെ. എന്റെ പൊന്നു മോളെ, സിറ്റിയിൽ ഓരോ ആവശ്യമായി വന്നിറങ്ങുന്നവർക്ക് നല്ല വേഗത ഉണ്ടാവുന്നേ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ ആളുകൾ ആശുപത്രിയിലേക്ക്, കുറെ ആളുകൾ ഓഫീസിലേക്ക്. പിന്നെ ഈ ആൾക്കൂട്ടങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോ ഒരാൾക്കും പതുക്കെ നടക്കാൻ പറ്റില്ല. പതുക്കെ നടക്കുന്നവരാണെങ്കി നമ്മുടെ പണി എളുപ്പാ. ഹലോ രമേശ, എടാ ഞാനിപ്പോ ചിറ്റൂര് നിൽക്കുക. ഇവിടുന്ന് ഞാനൊരു ഉച്ചയാകുമ്പോ വീട്ടിലെത്തും. അപ്പൊ കാണാം. ഓ, ഇത് അയാളല്ലേ, ആ രമേശൻ? ആ അതെ മോളെ. ഈ ഇടപാട് ഇതുവരെ തീർന്നില്ല അല്ലേ? എന്റെ പൊന്നു മോളെ, ഈ ചൂണ്ടയിൽ ഇര കോർത്തിട്ട് നമ്മൾ കായലിലേക്ക് ഇടില്ലേ, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തിനാ നമ്മളത് തട്ടി അനക്കി നിർത്തുന്നത്? അത് കാണുന്ന മീനിന് ഒരു വാശി കാരണം അത് തിന്നാൻ തോന്നണം. ഏകദേശം പലിശക്കാരുടെ അവസ്ഥ അത് തന്നെയാ. നമ്മൾ ചോദിക്കുമ്പോ ഒരു കാരണവശാലും അവര് തരില്ല. എന്നാല് അവരുടെ ഈ കാശുണ്ടെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. നമുക്ക് ആവശ്യങ്ങളൊക്കെ വരുമ്പോ അവര് നമ്മളെ കൊതിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടത്തും. എന്നിട്ട് ചോദിച്ചാ നാളെ നാളെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവസാനം കൊങ്ങി വിഴുങ്ങി തൊണ്ടയിലൊരു കുരുങ്ങലും. ഗോപാലമ്മന്റെ കാര്യം എന്തായാലും കൊള്ളാം. എന്നെങ്കിലും ഒരു ദിവസം ഈ കടവും ബാധ്യതയൊക്കെ തീരും മോളെ. എന്നിട്ട് ഗോപാലമാമൻ ഒരു ജീവിക്കലുണ്ട്, ഒരു രാജാവിനെ പോലെ. ശരി ശരി ശരി. ഇപ്പൊ തൽക്കാലം രാജാവൊന്നും അങ്ങോട്ട് എഴുന്നള്ളിയാട്ടെ. അതെ, പ്രജകള് വരുന്നുണ്ട്. അവർക്ക് ടിക്കറ്റ് കൊടുക്കണ്ടേ? അത് വേണം. വാ വാ മോള് വാ.